ഇപ്പൊ കാഴ്ച ഇല്ലേ? കാണാവോ? ഇല്ല, കാണത്തില്ല. കാണത്തില്ല. അപ്പൊ ഈ മഞ്ഞ നിറമോ കണ്ണിലെ? അത് എനിക്ക് അവിടെ നിന്ന് ആ ചേട്ടനെ കാണത്തില്ല. ആ, ഭയങ്കര ബ്ലറാ. അത് മാറുവോ? അത് മാറും, ഓപ്പറേഷൻ ചെയ്താൽ മാറും. ഓപ്പറേഷൻ ചെയ്താൽ മാറും. അപ്പൊ ഇനി ഇപ്പം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ? പൈസയാണോ, എന്തുവാണോ? വൃക്ക വേണം. ഇതൊന്നും മാറിയാൽ മതി കണ്ണിന്റെ. പിന്നെ പതുക്കെ പതുക്കെ ഞാൻ തന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഇത് മാറ്റും. അതെല്ലാം മാറട്ടെ കേട്ടോ. എന്നാലും ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തോ ഡിക്രുമോന്റെ? ഒരു ഫിലിം ഡയറക്ടറാണ്. അതാണാ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പൊ ഇന്ന് ഈ സംവിധായകർ കാണുന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ക്യാമറമാന്മാര്, നടന്മാര്, നടിമാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്തോ പറയാനുള്ളത്? ഞാനൊരു നല്ലൊരു സ്ക്രിപ്റ്റ് സെറ്റ് ആക്കും. എനിക്ക് ധ്യാൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശ്രീനിവാസനാ. പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പുള്ളി വെച്ചൊരു സിനിമ ആണോ ഭയങ്കര ആഗ്രഹം. ധ്യാൻ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ധ്യാൻ ചേട്ടനെ വെച്ചൊരു സിനിമ ആണോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അഭിനയിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഒരു സിനിമ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഡിക്രു ഒരു പാട്ടുകാരനാണ്, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ പാടണം. അപ്പൊ നമുക്ക് ഇപ്പം പറ്റിയ ഒരു പാട്ട് ഏതായിരിക്കും പാടാൻ? ഞാൻ വേടന്റെ പാട്ട്. വയറലായ പാട്ട് റെഡി. കടലമ്മ കരഞ്ഞല്ല പെറ്റത്, കണ്ണീരല്ലമ്മ അവനല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ല പെറ്റത്, കണ്ണീരല്ലമ്മ അവനല്ല കട്ടത്, കരയല്ല കടലല്ല കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഇനി ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഡിക്രു? വീട്ടിലിപ്പം ഞാൻ ഒറ്റ മോനാണ്. അമ്മയും അപ്പനും മാത്രമേ ഉള്ളൂ. അമ്മ തൊഴിലുറപ്പിന് പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൻ പണിക്ക് കിട്ടുന്ന പണിക്കൊക്കെ പോകും. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്ന് മല്ലപ്പള്ളിയും പള്ളിപ്പള്ളി അടുത്താണ്. അമ്മയും അച്ഛനും ഡിക്രുവിന്റെ പേരിൽ അറിയപ്പെടുന്നേ. അതെ, ഫെയിം ആയി. ആദ്യം ഡിക്രുന്ന് പേര് അവർക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കുള്ള പേരെന്തുവാ? രാഹുൽ. ഈ രാഹുലിന്റെ പേരിൽ നിന്ന് ഡിക്രുവിലോട്ട് മാറിയത് എങ്ങനെയാണോ? ഇൻസ്റ്റേ തുടങ്ങുമ്പോ എല്ലാരും വെറൈറ്റി പേരിടുന്നത്, സ്വന്തം പേരിടത്തില്ല. അതെ, ചിന്നു 1 2 3 അങ്ങനെ ഞാൻ ഒരു പേരിട്ട ഡിക്രു. പക്ഷെ ഇപ്പൊ എല്ലാരും അങ്ങനെ വിളിക്കുന്നു, ഡിക്രു അറിയപ്പെടുന്നത്. ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള കഥകൾ എന്തൊക്കെയാ? സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വർഷത്തിൽ ഒരിക്കൽ നീലക്കുറിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ വർഷത്തിൽ. അതുപോലെ ഞാൻ സ്കൂളിൽ പോകുന്നത്. പകുതി സമയം എനിക്ക് തോന്നുന്നത് ഈ സ്കൂളിലെ രജിസ്റ്റർ ബുക്കിൽ നോക്കി എൻ്റെ പേര് കാണത്തില്ല. മെഡിക്കൽ കോളേജ് ചീട്ടിടുന്ന അവിടെ ചെന്ന് നോക്കി എൻ്റെ പേര് അവിടെ കാണും. ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ. കാരണം സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പോയത് ഓർമ്മയുണ്ട്. ജയിച്ചത് അങ്ങനെ എനിക്ക് അറിയത്തില്ല, സാറിനും അറിയത്തുള്ളൂ, ദൈവത്തിന് മാത്രം അറിയാം. അത് ചോദിക്കല്ലേ. അപ്പം ഒരു ഇത് ഞാൻ എഴുതി ജയിച്ചു, 10ാം ക്ലാസ് ജയിച്ചു. +1 പകുതി വരെ പോയി, പ്രൈവറ്റാ പോയെ. അപ്പം അവിടെ ചെന്നപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇത് അസുഖം വന്ന് അവിടുന്ന് ഞാൻ പിന്നെ നിർത്തി. അതുവരെ പഠിത്തമുള്ളെന്ന് പറഞ്ഞാൽ നിർത്തി. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ. കല്യാണത്തിന് പോകുമ്പോൾ ഫോട്ടോ എടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോയി. 1 വർഷം ജോലി ചെയ്തു. ജോലി ചെയ്തു? 1 വർഷം ജോലി ചെയ്ത് 1 മാസം ശമ്പളം മേടിച്ച് അപ്പൻ്റെ കൈ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ആ ജോലി ചെയ്ത വണ്ണം ഒരു ദിവസം ഞാൻ ഇവിടെ തലയിറങ്ങി വീണ്. മുതലാളി പറഞ്ഞു, മോനെ നിന്നെ കൊണ്ട് പറ്റത്തില്ല, നീ വീട്ടിൽ പോകണം പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. പിന്നെ എന്നാ ചെയ്യും? അപ്പോഴല്ലേ യൂട്യൂബ് ചാനൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കയറി വരുന്നത് കണ്ടു. എന്നാൽ പിന്നെ യൂട്യൂബ് തന്നെ ഷർണമെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങി. യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി. ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇനി അവിടുന്ന് ഇവിടുന്ന് എല്ലാം കളിയാക്കലേ. എന്തൊക്കെ വന്നു? കളിയാക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കളിയാക്കുമല്ലോ ഓരോ വീഡിയോ കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ. നമുക്ക് ആദ്യം ഒന്നും അറിയത്തില്ലല്ലോ ചെയ്യും. അങ്ങനെ ഓരോ കളിയാക്കൽ കിട്ടും. എന്തൊക്കെയായിരുന്നു കമന്റ് ബോക്സിൽ കളിയാക്കൽ? കമന്റ് ബോക്സ് ഒന്നും അല്ല, നേരിട്ടോ? അത് ശരി. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്നൊക്കെ ചോദിച്ചു. പിന്നെ ഈ ഡിക്രു എന്ന് പറഞ്ഞ് കളിയാക്കും. എന്നാ പേരാണ് ഡിക്രു? ബ്ലോഗർ പോതേ പറഞ്ഞ് കളിയാക്കും. ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത്, ഞാൻ ബ്ലോഗറായി. അപ്പം അത് തന്നെ കളിയാക്കിയില്ലേ. അപ്പൊ അത് തന്നെ അങ്ങ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നാളങ്ങ് പോയി കളിയാക്കി. ഇപ്പതേ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിപ്പോ 59K ആയി. അന്ന് ഡിക്രുവിനെ കളിയാക്കിയവര് ഇന്ന് ഈ വീഡിയോ കാണുക കേട്ടോ. ഉണ്ട്, അവര് കമന്റ് ഇടുന്നുണ്ട്. എനിക്ക് സന്തോഷം. ആ കളിയാക്കിയവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരിപ്പോ വീഡിയോ കമന്റ് ഇടുന്നുണ്ട്, ലൈക്ക് ഇടുന്നുണ്ട്. ഇതിൽ കൂടുതൽ സന്തോഷം വേണം. വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് ആരാ ഡിക്രുവിന്? അമ്മയപ്പൻ. എൻ്റെ ഒരു ചേട്ടനുണ്ട്, പിന്നെ അമ്മമാര് വന്നവര്